ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്ലസ് 1 എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്ലസ് 1 പരീക്ഷകൾ എന്നാണ് നടക്കുക എന്ന് നമ്മുടെ ഒരു സംശയമായിരുന്നു. മാത്രമല്ല, നമുക്ക് പരീക്ഷയൊന്നും ഉണ്ടാവില്ല, ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പ്ലസ് 1 എക്സാമിനേഷൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. 2021 ജൂലൈ മാസം പ്ലസ് 1 പരീക്ഷകൾ നടത്താനാണ് ആലോചിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ പ്ലസ് 2 കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ കോവിഡ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മെയ് മാസം മുതൽ നമുക്ക്, അതായത് പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകാനും അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാനുമുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അതായത് പ്ലസ് 1 വിദ്യാർത്ഥികളുടെ വേനൽ അവധിക്കാലം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വേനൽ അവധിക്കാലം ചുരുക്കിക്കൊണ്ടാണ് മെയ് മാസം പ്ലസ് 1 ക്ലാസ്സുകൾ പുനരാരംഭിക്കുവാൻ ആലോചിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ സമയത്തെ സാഹചര്യങ്ങളും എല്ലാം അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുന്നതിനുള്ള തീരുമാനം. ഇന്നത്തെ മലയാള മനോരമ വാർത്താ ദിനപത്രത്തിൽ പ്ലസ് 1 പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം നൽകിയിട്ടുണ്ട്. ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞാൽ പ്ലസ് 1 പരീക്ഷകളും നമുക്ക് നടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പരീക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനം ആരംഭിക്കുക. പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ഫോക്കസ് ഏരിയ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം നന്നായിട്ട് വിനിയോഗിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ആരംഭിക്കുക. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന പ്ലസ് 1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പ്ലസ് 1 പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്